മാരകം മാരകം എല്ലാം വല്ലാണ്ട് ആർട്ട് പ്രത്യേകിച്ച് ഭയങ്കര ഒരു വിഷമായി ഇമോഷണലി ഭയങ്കരമായിട്ട് നമുക്ക് ഫീലായി കിട്ടി, ഒരുപാട് മനസ്സിൽ കിട്ടി. നല്ല ഫിലിം എന്ന് പറഞ്ഞാൽ ക്യാമറ അവർക്ക് ഒരു രക്ഷയില്ല, അത്ര നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എടുത്തിങ്ങനെ ക്യാമറ വർക്ക് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സിനിമ. മലയാളത്തിൽ നമ്മളെ മലയം കുഞ്ഞിന് ശേഷം ഒരു എക്സ്പീരിയൻ്റ് ആണ്, പക്ഷേ തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് തിയേറ്റർ വാച്ചാണ്, അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. സൗബിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെങ്കിൽ നമുക്ക് വേണം, അതാണ് മെയിൻ ഹൈലൈറ്റ് തന്നെ. അടിപൊളി സിനിമ. സൗബിനായാലും നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് നമ്മളെ കൂടെ ഉള്ള ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു മാനസികമായിട്ടും ഭയങ്കര ഒരു വിഷമായി ഇമോഷണലി ഭയങ്കരമായിട്ട് നമുക്ക് ഫീലായി കിട്ടി, ഒരുപാട് മനസ്സിൽ കിട്ടി. ഇപ്പോഴും അതിൻ്റെ ഒരു ഫോണില്ല, കരഞ്ഞു പോയി. അതെ അതെ, പിടിച്ചിരുത്തി നമ്മളെ. കാസ്റ്റിംഗ് ഒക്കെ അടിപൊളി, ഞങ്ങൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാസ്റ്റിംഗ് എല്ലാം അടിപൊളി, നല്ലതായിരുന്നു. എടുത്തു പറയത്തക്ക അത് നമ്മളിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ഒരു ത്രില്ലർ മൂവിയാണ്. നല്ല സൂപ്പർ അടിപൊളി പടം. ഭയങ്കര എൻഗേജിങ് ആണ്, ഭയങ്കര ത്രില്ലിങ്, ലാസ്റ്റ് ഇമോഷണലി കണക്റ്റ് ആവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത സൂപ്പറായിട്ട് മലയാളം കണ്ടതിൽ വെച്ചിട്ട് നല്ലൊരു സർവൈവൽ ത്രില്ലർ എന്ന് തന്നെ പറയാം. ആദ്യത്തെ ഒരു 30-40 മിനിറ്റ് പടം ഒരു നോർമൽ മോഡിൽ പോകും. അത് കഴിഞ്ഞാലാണ് പിന്നെ ഒരു ത്രില്ലർ മോഡിലേക്ക് കയറുന്നത്. അത് കയറിയിട്ട് പിന്നെ ക്ലൈമാക്സ് വരെ അവർ ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. എല്ലാ ആംഗിളിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ പടമാണ്. അതായത് എന്താ പറയുക, ഒരു മേക്കിംഗ് വൈസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വേറെ ലെവലെന്ന് തന്നെ പറയാം. അതായത് എന്താ പറയുക, നമ്മൾ മലയാളത്തിൽ ത്രില്ലർ ജോണറിൽ കുറച്ച് പടങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പം നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട പടങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും. ഒരു മേക്കിംഗ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. ഓവറോൾ നല്ല സൂപ്പർ പടം. വളരെ നല്ല സിനിമയായിരുന്നു. കളർ ഗ്രേഡിങ്, സിനിമാറ്റോഗ്രഫി എല്ലാം പക്കയായിരുന്നു. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ കൂടെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു അനുഭവം കിട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. മലയാളത്തിൽ സർവൈവൽ എന്ന് പറയാൻ വേണ്ടി നേരത്തെ മോഹൻലാലിൻ്റെ നീരാളി എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. അത് പക്ഷേ വലിയ നല്ലൊരു രീതിയിലല്ലായിരുന്നു. പക്ഷേ ഇത് പക്കയാണ്, അടിപൊളിയാണ്. പുതിയ ഒരു നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. പക്ഷേ കൊള്ളാം, എല്ലാവരും കിടിലായിട്ട്. സൗബിൻ്റെ എല്ലാവരുടെയും കിടില ആക്ടിങ് നല്ല ഹിറ്റാണ്. എല്ലാം കറക്റ്റ് കാസ്റ്റിങ്. നമുക്കിങ്ങനെ എല്ലാവരുടെയും അഭിനയം സൂപ്പറായിരുന്നു. പുതിയ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് പടം. എടുത്തു പറയത്തൊക്കെ എന്താണ്, ഒരു ഫസ്റ്റ് ഹാഫ് വിട്ട് അങ്ങ് പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയായിരുന്നു. ഒരു ആക്ടിങ് ഒക്കെ ഒരു രക്ഷയില്ല. മേക്കിംഗ് ആണ് ഏറ്റവും കിട്ടി. ആ കേവിലുള്ള സീൻസ് തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. സൂപ്പർ നല്ല സിനിമയാണ്. നല്ലൊരു സർവൈവൽ ത്രില്ലറാണ്. അടിപൊളി രോമാഞ്ച് ഇപ്പോഴും മലയാള ഇൻഡസ്ട്രി സീൻ മാറ്റുമെന്ന് സുഷിൻ പറഞ്ഞതുപോലെ തന്നെയാണ്. സീൻ മാറ്റി, വേറെ ലെവൽ പടം, ഒരു രക്ഷയില്ല. അടിപൊളി. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.